ഹായ്, ഷബീബാണ്. പിന്നെ നമ്മളൊരു മാസത്തോളമായിട്ട് നമ്മൾ വീടൊന്നും ഇല്ലാതിരിക്കുന്നുണ്ട്. ഇതിന് എന്താണ് സത്യാവസ്ഥ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒന്നാമതായിട്ട് വീഡിയോ ഇടാനായിട്ട് നമുക്ക് ടൈം കിട്ടണില്ല. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചെറിയ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ആയിക്കാണ്ട് കുറച്ച് ദിവസം നമ്മൾ അതിന്മേലാണ് നിന്നത്. അപ്പോൾ അതുകൊണ്ട് വീഡിയോ ഇടാനായിട്ട് കുറച്ച് ദിവസങ്ങളായിട്ട് ടൈം കിട്ടിയില്ല. അതിൻ്റെ തിരക്കിലായിട്ട് ഇങ്ങനെ പോവാണ്. പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു ചെറിയൊരു സംരംഭം നമ്മളുടെ മഞ്ചേരി തുടങ്ങിയിട്ടുണ്ട്. അതായത് ഒരു കാറിൻ്റെ ആക്സറീസ് ചെറിയൊരു ഷോപ്പ്, ചെറിയൊരു സംരംഭം നമ്മളവിടെ തുടങ്ങിയിട്ടുണ്ട്. അതായത് ഓൾമോസ്റ്റ് എല്ലാ വണ്ടിൻ്റെ ആക്സസറീസുകളും നമുക്ക് അവിടുന്ന് കിട്ടുന്ന മാത്രമല്ല ആ ഒരു സംഭവം ഇപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം നമ്മൾ മാറ്റുകയാണെന്നുണ്ടെങ്കിൽ നല്ല അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ നമ്മളത് ഫിക്സ് ചെയ്ത് കൊടുക്കും. നല്ല വൃത്തിയിൽ തന്നെ നമ്മൾ സെറ്റപ്പ് ആക്കി കൊടുക്കും. അപ്പം ഒരു വണ്ടിക്കുള്ള അല്ലെങ്കിൽ ഒരു കാറിനില്ല ഒരു A to Z സാധനങ്ങൾ ആക്സസറീസുകളും നമുക്ക് നമ്മളെ ആ ഷോപ്പിൽ കിട്ടും. പുല്ലൂർ, മഞ്ചേരി പുല്ലൂരാണ്. ഇനിയിപ്പോൾ കൂടുതൽ ഡീറ്റെയിൽ വേണമെന്നുണ്ടെങ്കിൽ താഴെ കൊടുക്കാം. ഓക്കെ, അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ യാത്ര വൈകിയത് എന്നുള്ളതിന് ഒരു കാരണം അതാണ്. പിന്നെ രണ്ടാമത്തെ കാരണം എന്താ വെച്ചാൽ നമ്മൾ വണ്ടി നാളെ സർവീസിന് പോകുന്നത്. ഇതുവരെ നമുക്ക് ഇൻഷുർ അടച്ചിട്ടില്ല. ഇൻഷുർ അടക്കാൻ ഒരുപാട് ലേറ്റായി. പിന്നെ ഇപ്പോൾ ഒന്ന് നമ്മൾ ഇൻഷുറൊക്കെ അടച്ച് ഒന്നാമത് എനിക്ക് സമയം കിട്ടിയില്ല, അതാണ് പ്രശ്നം. ഇൻഷുർ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ വണ്ടി എടുത്ത് ഓടാനൊന്നും പോയിട്ടില്ല. കാരണം അതൊന്നാമത് നിയമത്തിനെതിരാണ്. പിന്നെ നമ്മൾ അതിനായിട്ട് നിന്നില്ല, വേറെ നമ്മൾ പോയിട്ടുമില്ല. അപ്പം ഇന്നലെ നമ്മൾ ഇൻഷുർ അടച്ച് വണ്ടിക്ക് റെഡിയായി. ഇനിയിപ്പോൾ നാളെ വണ്ടി സർവീസിന് നടക്കണം. നമ്മുടെ ടൊയോട്ട ഷോറൂമിൽ പോയിട്ട് വണ്ടി സർവീസ് ചെയ്യണം. ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. നമ്മളെ വണ്ടിൻ്റെ ഏതൊക്കെയോ ഭാഗത്തുനിന്ന് ഭയങ്കര ശബ്ദം വരുന്നുണ്ട്. എന്തൊക്കെയോ ഒരു കടകൾ പോണ സമയത്ത് ഇങ്ങനെ കട അറിയുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കണം. പിന്നെ അത്രയ്ക്കേ ഉള്ളൂ. പിന്നെ ഈ വണ്ടി പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ അടുത്തുള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ബൈക്കാണ്. ബൈക്ക് പറഞ്ഞാൽ എൻ്റെ അടുത്തുള്ള ബൈക്ക് യൂണിക്കോണാണ്. അതൊരു റൈഡിങ് ബൈക്കല്ല. ഇനിയിപ്പോൾ അത് നമ്മൾക്ക് ക്യാമറ ഒക്കെ വെച്ച് പോവുകയാണെന്നുണ്ടെങ്കിൽ തന്നെ കുറച്ച് പ്രയാസമാണ്. ഒന്നാമത് നമ്മൾ ഹെൽമെറ്റിൽ ക്യാമറ വെച്ച് പോകുമ്പോൾ അതിൻ്റെ മൈക്ക് കണക്റ്റും കൂടി നമുക്ക് ചെയ്യണം. ഇതൊക്കെ കണക്ട് ചെയ്യണമെന്നില്ല പ്രശ്നം, നമ്മുടെ വണ്ടിയാണ് പ്രശ്നം. നമ്മൾ വണ്ടി എടുത്ത് പോകുകയാണെന്നുണ്ടെങ്കിൽ പല ടെറൈനിൽ നമുക്ക് വണ്ടി എടുത്ത് ഓടേണ്ടി വരും. പിന്നെ ഇപ്പം നമ്മൾ ചില ഇതിൽ തന്നെ ഏകദേശം ഇപ്പം നമ്മൾ നാട്ടിലുള്ള വീഡിയോ മാത്രമാണ് നമ്മൾ ചെയ്യല്. എന്നാൽ തന്നെ ഏകദേശം നമുക്ക് റോഡ് നമുക്കറിയാം. അപ്പോൾ ആ റോഡ് അനുസരിച്ചൊക്കെ നമ്മൾ ഈ ഒരു വണ്ടി എടുത്ത് പോകുമെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. അപ്പോൾ അത്യാവശ്യം നല്ലൊരു ബൈക്ക് നമുക്ക് എടുക്കണം. എന്നിട്ടൊക്കെ ഇനി ബൈക്ക് എടുത്ത് യാത്ര ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെയുള്ള നമുക്ക് ഈ ഒരു കാറ് മാത്രം. അപ്പോൾ ഈ ഒരു കാറ് ഏകദേശം ഇതൊക്കെ കഴിഞ്ഞിട്ട് സർവീസൊക്കെ കഴിഞ്ഞിട്ട് ഒരു 2-3-4 ദിവസം എടുക്കും. അത് കഴിഞ്ഞ് നമ്മൾ കാർ ഇങ്ങനെ തിരിച്ചു വരും. എന്നിട്ട് എന്ത് ചെയ്യും, നമുക്ക് ആ കാറ് എടുക്കാൻ പോണ വീഡിയോ നമുക്ക് എടുക്കാം കേട്ടോ. കുറേ നമ്മൾ ആദ്യം ഇങ്ങോട്ട് കൊണ്ടാക്കുന്ന ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ കാർ പോയി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കണ്ടില്ലെന്നുണ്ടെങ്കിൽ ഇതാ ഈ ഒരു സാധനം ഉണ്ടാവും നമ്മുടെ ചാനലിൽ, അത് നോക്കിയാൽ മതി, അതിലുണ്ടാവും. അത് പിന്നെ കുറേ മുന്നത്തെ വീഡിയോ ആണ്. അപ്പോൾ ഞാനിപ്പോൾ വ്ളോഗ് ചെയ്യുന്ന ആ ഒരു രസം ചൊറുക്കൊന്നും ആ ഒരു വീഡിയോയിൽ ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെയൊക്കെയാണ് പ്രശ്നം. ഇൻഷാ അല്ലാഹ് ഒരു 4-5 ദിവസത്തിന് ശേഷം നമ്മൾ വണ്ടി തിരിച്ചു വരും. അന്ന് നമ്മൾ ഒരു പുതിയ യാത്ര നമ്മൾ പോകും. പോരെ, പിന്നെ പത്ത് പറയല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. പിന്നെ നമ്മളെ ഷോപ്പിൻ്റെ ലൊക്കേഷന് മഞ്ചേരി പുല്ലൂരാണ് കേട്ടോ. പുല്ലൂർ അങ്ങാടി കഴിഞ്ഞിട്ട് അതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതി, ഞാൻ അയച്ചുതരാം, ലൊക്കേഷനൊക്കെ വിട്ടുതരാം. പിന്നെ കാറിൻ്റെ A to Z, അതായത് ഒരു ചെറിയൊരു ബൾബ് മുതൽ അപ്പുറത്തിൽ നമുക്ക് അലോ വീൽസ്, ഇനി അതിൻ്റെ അപ്പുറത്ത് എന്തൊക്കെ ആക്സറീസ് ഉണ്ട്, എല്ലാ സാധനങ്ങളും നമ്മളവിടുന്ന് സെറ്റപ്പ് ചെയ്ത് തരും. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, നമ്മളത് ഓർഡർ ചെയ്ത് വരുത്തിയിട്ട് നമ്മളത് റെഡിയാക്കി തരും. പോരെ, ഇത്രയൊക്കെ പോരെ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് വരാൻ പോകല്ല. പിന്നെ നമ്മളെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്തിക്കുക. നല്ലൊരു പുതിയ വീഡിയോ എന്തായാലും ഉഷാറായിട്ട് വരും. നല്ലൊരു അടിപൊളി അല്ലെങ്കിൽ അഡ്വഞ്ചർ ആയിട്ടുള്ള വീഡിയോ നമ്മൾ വരും. ഓക്കെ, ബൈ.